നമസ്കാരം. സെല്ലുലോയിഡിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നുണ്ടല്ലോ ഒരു വെരി സ്പെഷ്യൽ എപ്പിസോഡാണ്. ബിക്കോസ് മലയാളത്തിന് കംപ്ലീറ്റ് പുതുമുഖ കാസ്റ്റ് വെച്ചിട്ട് ഒരു ഹിറ്റ് സമ്മാനിച്ച സംവിധായകൻ എന്ന് മാത്രമല്ല കുറച്ച് അഭിനയിക്കുകയും ചെയ്യും ഈ ഡയറക്ടർ. ആൻഡ് മലയാളികൾക്കൊക്കെ ഇദ്ദേഹത്തിൻ്റെ മുഖവും ഫെമിലിയർ ആണ്. ലെറ്റ്സ് വെൽക്കം ഡിജോ ജോസ് ആൻ്റണി ടു സെല്ലുലോയിഡ്. അപ്പോൾ ഡിജോ, വെൽക്കം ടു സെല്ലുലോയിഡ്. ക്വീൻ എന്ന് പറഞ്ഞൊരു മൂവി കംപ്ലീറ്റ് ന്യൂ കമേഴ്സിനെ വെച്ചിട്ട് ഒരു മൂവി ഫസ്റ്റ് ഇൻഡസ്ട്രിയിൽ ചെയ്ത ആദ്യത്തെ മൂവി തന്നെ ഹിറ്റാവുന്നു. അതിനുശേഷം ജനഗണമന പോലത്തെ ഒരു മൂവി, ആൾക്കാരെല്ലാവരും ബ്രില്യൻസ് കണ്ട് ഡിജോയിൽ അഭിമാനിച്ച ഒരു മൂവി. പിന്നെ അതിനുശേഷം രണ്ട് രീതിയിൽ അഭിപ്രായം വന്ന മലയാളി ഫ്രം ഇന്ത്യ. പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോഴും ആൾക്കാർ ജനഗണമന 2 എന്ന് പറഞ്ഞൊരു മൂവിക്ക് വേണ്ടി ഉറ്റു നോക്കിയിരിക്കുന്ന ഒരു കരിയർ ഇസ് ലൈക്ക് ടിക് 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 കയറി ഉടനെ തന്നെ അങ്ങ് പോവാം. What do you want to say about that? അത് ബേസിക്കലി എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഭയങ്കരമായിട്ടൊരു എഫേർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻഡസ്ട്രിയിൽ ആരെയും അറിയില്ലായിരുന്നല്ലോ ആ സമയത്ത്. ലോങ് ബാക്ക് എനിക്ക് തോന്നുന്നു 2018 സിനിമ റിലീസാവും ക്വീൻ. അപ്പോൾ അതിന് മുന്നേ വരെ നമുക്ക് ഒരു സിനിമ ചെയ്താൽ മതി, അത്രേ ഉള്ളൂ. അതെങ്ങനെയാണ് ചെയ്യുന്നത്, ഡു ഓർ ഡൈ ഇല്ലേ, ആ സിറ്റുവേഷൻ ആയിരുന്നു നമുക്ക് നമ്പർ 1. അപ്പോൾ ആ സമയത്ത് ചെയ്തപ്പോൾ ആർട്ടിസ്റ്റിന് ഡേറ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ ഒരു തീരുമാനം എടുത്താണ് പുതിയ പിള്ളേരെ വെച്ച് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിലേക്ക് വരുന്ന ഒരു പെൺകുട്ടിയുടെ കഥ എന്ന ബേസിസിൽ ഞങ്ങൾ പ്ലാൻ ചെയ്തു. പുതിയ പിള്ളേരെ വെച്ച് ചെയ്യാൻ വില്ലിങ് ആയിട്ടുള്ളൊരു പ്രൊഡ്യൂസർ വന്നു. കാര്യം എന്താ വെച്ചാൽ എക്സ്ട്രീംലി എല്ലാവരും പുതിയ ആൾക്കാരുടെ, ഡയറക്ടർ മാത്രമല്ല റൈറ്റർ, DOP എല്ലാവരും പുതിയ ആൾക്കാർ. അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു മലയാള സിനിമ ഇല്ലാന്ന് തോന്നുന്നു. ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു പ്രോമിനന്റ് ഫേസ് ഉണ്ടാവും. അപ്പോൾ ക്വീനെ സംബന്ധിച്ചിടത്തോളം ടോട്ടൽ ഔട്ട് ആൻഡ് ഔട്ട് പുതിയ ആൾക്കാരെ വെച്ച് നമ്മൾ ചെയ്തു. അത് വിജയിച്ചു. അതായിരുന്നു ആക്ച്വലി എനിക്ക് തോന്നുന്നു ഇതിനെല്ലാത്തിനും തുടക്കം. അപ്പോൾ ഞാൻ ആക്ച്വലി IT ഫീൽഡിലായിരുന്നു ഇങ്ങനെ ഒരു വിജയം ആ ഫസ്റ്റ് ടൈമിൽ. പിന്നെ ആക്ച്വലി എന്താ വെച്ചാൽ നമ്മളൊരു സിമ്പിളാണ്, നമ്മളൊരു കളിക്ക് ഇറങ്ങുകയാണ്. ഫുട്ബോൾ ആയിക്കോട്ടെ, ക്രിക്കറ്റ് ആയിട്ട് ജയിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവില്ലേ, ചുമ്മാ കളിക്കാം എന്ന് പറഞ്ഞാൽ നമ്മൾ പോകത്തില്ലല്ലോ. അപ്പോൾ ജയിക്കണം എന്നുണ്ട്. പക്ഷേ ജയിച്ചു കഴിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം. പിന്നീടാണ് നമുക്ക് മനസ്സിലാവണം ഇത് മുന്നോട്ട്. കാര്യം ഞാൻ IT ഫീൽഡിലായിരുന്നു. അപ്പോൾ ഞാൻ സോഫ്റ്റ്വെയർ ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ ഞാൻ ലീവ് എടുത്തിട്ടാണ് ഈ സിനിമ ചെയ്തത്. അപ്പോൾ ഈതർ സിമ്പിൾ പോയിന്റ് ആയിരുന്നു. കാര്യം ഈ സിനിമ അങ്ങനെ വിജയിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക് അല്ലേ. 1 in 1000s or millions എന്നൊക്കെ പറയാം പുതിയ പിള്ളേരെയൊക്കെ വെച്ച്. അന്ന് എനിക്ക് തോന്നുന്നു നമ്മളെ സപ്പോർട്ട് ചെയ്ത് ക്യാമ്പസിൻ്റെ ഒരുപാട് പിള്ളേരും അവരൊക്കെയാണ് നമ്മളെ ഏറ്റവും കൂടുതൽ, കാര്യം അവരുടെ സിനിമയാണല്ലോ. അപ്പോൾ അതിനുശേഷം ഈ സിനിമ വിജയിച്ചിരുന്നില്ലെങ്കിൽ തിരിച്ച് ജോലിക്ക് കയറുമായിരുന്നു. അതിനുശേഷം ഭയങ്കര ഒരു വലിയ ആഡ് നമ്മുടെ ലാലേട്ടനെ വെച്ചിട്ട്, നൗ യു ആർ സക്സസ്ഫുൾ ഡയറക്ടർ, ഓൾറെഡി പ്രൂവ്ഡ്, ഇത്രയും വലിയ കാര്യം, കമ്മിങ് ക്ലോസ് കോൺടാക്ട് വിത്ത് മോഹൻലാൽ. സോ ആൾക്കാരും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവും, ഇപ്പോഴും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഒരു മൂവി ലാലേട്ടനെ വെച്ചിട്ട്. ആർ യു തിങ്കിങ് സീരിയസ്ലി? ഉറപ്പായിട്ടും. ഞാൻ ഓൾറെഡി ലാലേട്ടൻ്റെ അടുത്ത് ഒരു 2-3 സബ്ജക്റ്റോളം നമ്മൾ ഡിസ്കഷൻ നടത്തിയതാണ്. കാര്യം എന്താ വെച്ചാൽ ഇപ്പോൾ എല്ലാവരുടെയും സ്വപ്നമല്ലേ ലാലേട്ടൻ, മമ്മൂക്ക, നമ്മുടെ ലെജൻസിൻ്റെ കൂടെ സിനിമ ചെയ്യാന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ ഡിസ്കഷൻസ് നടക്കുന്നു. പിന്നെ ഇതിനൊക്കെ എന്താ വെച്ചാൽ റൈറ്റ് ടൈം എന്ന് പറയുന്നില്ലേ, കറക്റ്റ് ടൈം ആകുമ്പോൾ വരും. ഇപ്പോൾ ക്വീൻ എനിക്കൊരു നല്ല സമയത്ത് അത് ചെയ്യേണ്ടതായിരുന്നു. ദാറ്റ് മീൻസ് ഞാൻ 2018 സിനിമ ചെയ്യും, അത് കഴിഞ്ഞാൽ ഞാൻ അടുത്ത പടം ചെയ്യും. അടുത്ത പടങ്ങൾ എൻ്റെ ഫീൽഡ് ഇതാണെന്നുള്ളത് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് അടുത്തോണ്ടിരിക്കുക. അപ്പോൾ മൂവിങ് ഫോർവേഡ് ഇതെല്ലാം സംഭവിക്കും. നമ്മുടെ ജനഗണമന, I'm a huge fan of Prithviraj. Okay, he's like very brilliant, he's intelligent, he built him brick by brick. കാണാൻ but he's very dedicated. എല്ലാം അതൊക്കെ. പക്ഷേ ചില സ്ഥലങ്ങളിൽ ഡിജോയുടെ മൂവിയിൽ സുരാജ് വാസ് ലൈക്ക് ഭയങ്കര പെർഫോമൻസ് തന്ന പോലെ തോന്നി. ഞാനത് പറയാൻ പാടുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല, ബട്ട് ഐ ഫെൽറ്റ് ഇറ്റ്. ഡിജോയ്ക്ക് അങ്ങനെ തോന്നിയോ? അല്ല, ഇപ്പോൾ രാജുവിൻ്റെ അടുത്ത് ഞാൻ അന്ന് കഥ പറഞ്ഞതിന് ശേഷം ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതാണ് പുള്ളിയുടെ. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇൻ്റലിജൻസ്, സോ കോൾഡ് എന്താ ബ്രില്യൻ ഡയറക്ടർ എന്നൊക്കെ പറയുന്ന പുള്ളിയുടെ ഉള്ളിലെ ആ ഒരു ഫസ്റ്റ് തോട്ട് അതായിരുന്നു, ആരാ ചെയ്യുന്നത്, സജ്ജൻ കുമാർ ആരാ ചെയ്യുന്നത്. അപ്പോൾ അത് പുള്ളിക്ക് തോന്നിയതുപോലെ തന്നെ എനിക്കും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ എൻ്റെ ഉള്ളിൽ സുരാജേട്ടനാണെന്ന് എനിക്കറിയാം. പക്ഷെ അതെങ്ങനെ പിടിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ കണ്ട ഒരു ക്ലോസസ്റ്റ് റെഫറൻസ് പറഞ്ഞാൽ ഈസ് എ ഹീറോ. നമ്മൾ പല രീതിയിലുള്ള പോലീസ് ഓഫീസർ, ഇപ്പം പൃഥ്വിരാജിൻ്റെ തന്നെ പല വേർഷൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, എത്ര സിനിമകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ സുരാജേട്ടൻ ഒരു പോലീസ് ഓൾറെഡി ഡ്രൈവിംഗ് ലൈസൻസിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതിൽ നിന്ന് മാറി നിൽക്കണം. അപ്പം ഞാൻ ഒരു ക്ലോസസ്റ്റ് റെഫറൻസ് വെച്ചാൽ പുള്ളി ഒരു പല ലാംഗ്വേജ് സംസാരിക്കുന്ന, ഹിന്ദി സംസാരിക്കുന്ന. അപ്പൊ ഇതൊക്കെ സുരാജിന്റെ അടുത്ത് പറയുമ്പോൾ സുരാജിന് ചിരിക്കുക, എന്താ ഞാൻ അതുമൊക്കെ ഓർത്തു. സുരാജേട്ടൻ കുറച്ച് അതെ സുരാജേട്ടൻ അതിനകത്തുള്ളത് ബാബ് ക ചിട്ടിയെ തൂപ്പാക്ക് എന്നൊക്കെ പറഞ്ഞപ്പോ കുറെ. അപ്പൊ ഇതൊക്കെ നമ്മൾ പേർപ്പസ്ഫുള്ളി ബിൽഡ് ചെയ്താ.
പിന്നെ എനിക്ക് തോന്നുന്നു ആയുഷ്മാൻ്റെ ആർട്ടിക്കിൾ 15 ഭയങ്കര ഹാർഡ് കോർ ഫാനാണ്. അപ്പോൾ ആ പോലീസ് ഓഫീസറൊക്കെ എൻ്റെ ഈ പറഞ്ഞ നമ്മൾ കണ്ടുമെടുത്ത കണ്ടു മറന്ന പോലീസ് ജോബ്സ് അത് ചെയ്ത ആർട്ടിസ്റ്റുകളുടെയൊക്കെ ഫീച്ചേഴ്സ് നമ്മുടെ ഉള്ളിലുണ്ട്. ഇപ്പോൾ സുരാജേട്ടന് ഇത്രയും അതും ഈ സെൻസേഷണൽ ആയിട്ടുള്ള ഒരു കേസ് അന്വേഷിക്കാനാണ് പുള്ളി വരുന്നത്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് വർക്കൗട്ട് ആക്കണം. അതിനുവേണ്ടി കുറച്ച് പ്രിപ്പറേഷൻസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈവൻ സുരാജേട്ടൻ പോലും ഉണ്ടായിരുന്നു കേട്ടോ. ഷൂട്ടിൻ്റെ ഫസ്റ്റ് ഡേ പുള്ളി വന്നപ്പോൾ പുള്ളി ട്രെയിനറെ കൂട്ടിക്കൊണ്ടായിരുന്നു. ഇപ്പം പുള്ളി സ്ഥിരം ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു അന്ന് ഞാൻ കഥ പറയാൻ പോകുമ്പോഴൊന്നും അങ്ങനത്തെ ഒരു ആളല്ല. പക്ഷെ പുള്ളി വന്ന് ഹി വാസ് റെഡി. നീയല്ലേ പറഞ്ഞത് ഇങ്ങനെയൊക്കെ, നീയല്ലേ പറഞ്ഞു അവനെ പോലെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ വേണ്ടേ പറഞ്ഞു. ശരി. അപ്പോൾ സുരാട്ടൻ ഭയങ്കര പ്രിപ്പയർഡ് ആയിരുന്നു ആൻഡ് ഹി വാസ് ഓൺ ഫോർ ദാറ്റ്. പിന്നെ അത് മാത്രമല്ല, ജനഗണമന ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം കോവിഡിന്റെ പീക്ക് ടൈമിലാണ് ചെയ്യുന്നത്. 2019 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് കോവിഡ് തുടങ്ങുന്ന സമയം. അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും കോവിഡ് വരികയും തുടങ്ങിയത് അങ്ങനെ വളരെ മിനിമലായിട്ട് കോർട്ടിലൊക്കെ സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ അന്ന് ഭയങ്കര ഒരു പീക്ക് ടൈമായിരുന്നു. പക്ഷെ എന്നിട്ട് പോലും ഈ സുരാജേട്ടൻ പോലും വാ റെഡി എന്നൊക്കെ പറയുന്ന ആ ഒരു മൊമെന്റ് ഡെഫിനറ്റ്ലി ആ ക്യാരക്ടർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സുരാജേട്ടൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. പൃഥ്വിരാജും എല്ലാവരും. ആ ജനഗണമൻ ഇറ്റ്സ് ഓൾ അബൌട്ട് എനിക്ക് സിനിമയാണ് എനിക്ക് തോന്നുന്നു എല്ലാവരെയും കറക്റ്റായിട്ട് അലൈൻ ചെയ്യുന്നത്. ആ പേര് പോലെ തന്നെ ഒരു നേഷൻ വൈഡ് വരണം എന്ന് ആഗ്രഹിച്ച ചെയ്ത സിനിമയാണ്. അപ്പോൾ അതിലുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും എല്ലാ ക്യാരക്ടേഴ്സും ഞങ്ങൾക്ക് അത്ര ഇമ്പോർട്ടൻറ്റ്. ഐ ഹവ് സീൻ ജനഗണമന ഇതിൽ കണ്ടിട്ടുണ്ട്, തിയേറ്ററിൽ പോയി കണ്ടാളാ. അതിനുശേഷം ഞാൻ ഇതിപ്പം ഈ ജോലി ചെയ്ത് തുടങ്ങിയപ്പോൾ നാളെ ഡിജോ വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് ഐ ഹാവ് ടു പ്രിപ്പയർ. അപ്പം ഐ സാറ്റ് ആൻഡ് ഐ വാസ് വാച്ചിങ് ദ മൂവി അഗൈൻ ഓൺ നെറ്റ്ഫ്ലിക്സ്. അപ്പം ഞാൻ മറ്റേ നമ്മുടെ പൊളിറ്റിക്സ് പഠിപ്പിക്കാൻ വേണ്ടി വരുന്ന സാറിനെ കണ്ടപ്പോഴത്തേക്കും ഞാൻ പെട്ടെന്ന് ചിന്തിച്ചേ, എൻ്റെ ഉള്ളിലുള്ളൊരു മല്ലു ഫിലിം അനലിസ്റ്റ് ഉടനെ പ്രവർത്തിച്ചു. ഇത് പ്രൊഡ്യൂസറിന്റെ ആരോ അടുത്ത ഏതോ സുഹൃത്ത് വന്ന് ചെയ്തിട്ട് പോയ കഥാപാത്രം മാസ് നല്ലതായിട്ട് വന്നിട്ട് ഡയലോഗ് വന്ന് കറക്റ്റായിട്ട് ചെയ്യണം, നല്ലൊരു റോള് എടുത്ത് വെച്ച് കൊടുത്തു. പ്രൊഡ്യൂസറിന്റെ കൂട്ടുകാരനാണ്. അത് കഴിഞ്ഞിട്ട് ആഫ്റ്റർ വാച്ചിങ് ദ മൂവി ഞാൻ ഐ ഹാവ് ദിസ് ഹ്യൂജ് ഇമെൻസ് റെസ്പെക്ട് ഫോർ യു, ഓക്കെ, ബിക്കോസ് യുവർ ബയോഗ്രഫി ആൻഡ് ഓൾ ദാറ്റ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഈ ആളൊന്ന് കണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഗൂഗിൾ ചെയ്തപ്പോഴത്തേക്കും ഇമ്മീഡിയറ്റ്ലി എനിക്ക് കത്തി ദിസ് പേഴ്സൺ ആയിരുന്നു. ഇങ്ങനെ പിന്നെയാണ് ഞാൻ കുറച്ചുകൂടെ ഇന്റർവ്യൂസ് ഒക്കെ വേറെ വാച്ച് ചെയ്തപ്പോഴത്തേക്കും പിന്നെ നോക്കി കംപ്ലീറ്റ് കുറേ അഭിനയങ്ങൾ അങ്ങോട്ട് കാഴ്ചവെച്ചിട്ടുണ്ട്. എൻ്റെ ഈ ആക്ടിങ്ങിനെ പറ്റിയിട്ട് ഇത്രയും ക്രേവോടുകൂടി വന്ന് ചെയ്യാനുള്ള ഒരു ഇഷ്ടം അല്ല അതെന്താന്ന് വെച്ചാൽ ബേസിക്കലി എല്ലാവർക്കും എനിക്ക് തോന്നുന്നു ഒരു നല്ല ഡയറക്ടർ എന്നുള്ള രീതിയിൽ എല്ലാം അറിഞ്ഞിരിക്കണം, എല്ലാത്തിൻ്റെയും ഒരു ചേരുവകൾ ഉണ്ടാവണം. ഓക്കെ. അപ്പോൾ എന്ന് കരുതി ഞാൻ മറ്റുള്ളവരെ അഭിനയം പഠിപ്പിക്കുക എന്നുള്ളതല്ല, പക്ഷെ ബേസിക്കലി അതിൻ്റെ ഒരു എസെൻസ് നമ്മുടെ കയ്യിൽ ഉണ്ടാവണ്ടേ. അപ്പോൾ എനിക്ക് ആക്ച്വലി ഞാൻ മ്യൂസിക് സൈഡും ഭയങ്കര, ഞാൻ പാട്ട് പാടുമായിരുന്നു, ഞാൻ മ്യൂസിക് ഡയറക്ടർ ആയിരുന്നു ആദ്യം. അപ്പോൾ ഇതിനു മുന്നേ ആദ്യം അഭിനയിക്കാൻ നടന്ന അവിടെ നിന്നിട്ടാണ് നമ്മൾ നേരെ മ്യൂസിക് ഡയറക്ഷനോട്ട് തിരിഞ്ഞത്. അപ്പോൾ എൻ്റെ തന്നെ സിനിമകളിൽ എനിക്ക് തോന്നുന്നു മ്യൂസിക് ഡയറക്റ്റ് ചെയ്യുന്ന ജെയ്ക്സുമായിട്ട് ഞാൻ ഭയങ്കര അസോസിയേറ്റഡാണ്. അതേപോലെ തന്നെ ആർട്ടിസ്റ്റുകളുടെ കൂടെ പെർഫോമൻസ് സൈഡിലും എനിക്ക് ഭയങ്കര ഇൻവോൾവ്മെൻറ്റ് കൊടുക്കാൻ പറ്റും. ആക്ടിങ് ഡെഫിനറ്റ്ലി പാഷനാണ്. ഇതിനെക്കാട്ടൊക്കെ മേളി വരുന്നതാണ് ഫിലിം മേക്കിംഗ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് എന്താ പറയുക, നമ്മളിപ്പോൾ നല്ലൊരു ഡിഷ് ഉണ്ടാക്കില്ലേ, ഡിഷ് ഉണ്ടാക്കുമ്പോൾ എല്ലാ ചേരുവകളും ഇട്ട് മിക്സ് ചെയ്ത് വരുന്ന ഫൈനൽ പ്രോഡക്റ്റിൽ അതാണ് എൻ്റെ ഐ എം ബീൻ ദ ക്യാപ്റ്റൻ. പക്ഷെ ലിറ്ററലി ഈ കളിയെല്ലാം അറിയണം. ഇപ്പോൾ ധോണി ക്യാപ്റ്റൻ ആണെന്ന് പറഞ്ഞാലും അറിയാലോ ഏത് ഓവറിൽ ആര് എറിയണം എന്ന് പറയുന്ന പോലെ ഇതെല്ലാം അറിഞ്ഞിരിക്കേണ്ട ഒരാളാണ് സംവിധായകൻ. അപ്പോൾ ആക്ടിങ്ങും എനിക്ക് താല്പര്യമുള്ളതാണ്. പിന്നെ ആ റോള് അന്നത് എന്തിനു ചെയ്തു എന്ന് ചോദിച്ചാൽ അത് വേറൊരു ഓപ്ഷൻ അന്ന് ഉണ്ടായിരുന്നില്ല. എനിക്ക് റൈറ്ററുടെ സൈഡിൽ നിന്നും ഞങ്ങൾ മനസ്സിൽ കണ്ടിരുന്നത് ഒരു പുതിയൊരു ന്യൂ ഫേസ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു അന്നത്തെ ഒരു അപ്കമ്മിങ് സ്റ്റാർ എന്ന് തോന്നുന്ന ആരെങ്കിലും ഒരാളെ ചെയ്യും. പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ ഇതിപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കില്ല. അപ്പോൾ റൈറ്ററുടെ സൈഡിൽ നിന്ന് ഒരു ലേഡി ആണെങ്കിൽ എങ്ങനെ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഓൾഡ് ഏജ് ക്യാരക്ടർ വന്ന് പറയാം. ഞാൻ പറഞ്ഞു അത് നിൽക്കില്ല, നമ്മൾ യൂത്ത്, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്തതാണ്. ആൻഡ് ആരെങ്കിലും വിലയിരുത്തിയോ, ലൈക്ക് വീട്ടില് വൈഫ് കുട്ടികൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും? അഭിനയത്തെ പറ്റി ഇറ്റ്സ് എ ഡിഫറെന്റ് ഒപ്പീനിയൻ, റൈറ്റ്? ഇല്ല, അങ്ങനെ ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അന്നേരം ഇഷ്ടമുള്ളത് ചെയ്യുക. അതിനുശേഷം ഇപ്പോൾ പലരും പല അഭിപ്രായം പറയും. അങ്ങനെ ഇപ്പോൾ അതിന് മുന്നേ ഇവരുടെയൊക്കെ അഭിപ്രായങ്ങൾ ഞാൻ എടുത്തിട്ട് ചിലപ്പോൾ ഈ ഫീൽഡിലേക്കേ വരില്ല. അപ്പോൾ അതാണ് റിയാലിറ്റി. ഞാൻ ബേസിക്കലി അഭിപ്രായം പറയും, എല്ലാം ഞാൻ കേൾക്കും, പക്ഷെ ഞാൻ ഐ ഡോണ്ട് ഗോ വിത്ത് ഓൾ ദോസ് തിങ്സ്. അപ്പോൾ വൈഫൊക്കെ ആയാലും ഇതൊക്കെ കാണും, ചിരിക്കും, ചിലപ്പോൾ കുറേ കുറ്റം പറയും, ഞാൻ ഫണ്ണായിട്ട് എടുക്കും, അത്രേ ഉള്ളൂ. ഡിജോയുടെ മൂവീസിൻ്റെ ഒരു പ്രത്യേകതയാണ് കോർട്ട് റൂം ഡ്രാമ. അപ്പോൾ ഞങ്ങളിവിടെ
ടെക്നീഷ്യൻസ് ആണെങ്കിൽ വന്നിട്ട് എന്നോട് ഡിജോയോട് ചോദിക്കണം വൈ എന്തുകൊണ്ടാണ് ഈ കോഡ് റൂം ഡ്രാമകൾ ഇത്രയും മൂവിയിലേക്ക് കൊണ്ടുവരുന്നത്. ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉണ്ട്, നെക്സ്റ്റ് വൺ വിൽ കം. അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞേ, വൈ എന്തെങ്കിലും ജസ്റ്റിസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മുറിവുകളുടെ പുറത്തുനിന്നുണ്ടായതാണോ? ആക്ച്വലി ഞാൻ ഈ സിനിമയ്ക്ക് വേണ്ടി കുറെ കോട്ട്സ് കയറി ഇറങ്ങിയിട്ടുണ്ടെന്നുള്ളൂ. ഇതുവരെ അങ്ങനത്തെ ഒരു കേസൊന്നും വന്നിട്ടില്ല. പക്ഷേ ഇത്രയും ഡീപ്പായിട്ട് കോട്ട് എങ്ങനെ പഠിച്ചു? അല്ല, അത് കോട്ട് ഞാൻ കണ്ട ഇപ്പൊ സെഷൻസ് കോട്ടും ഇവിടെയൊക്കെ പോയപ്പോൾ അതൊന്നും അല്ല നമ്മൾ സിനിമ വെക്കുന്നത്. പക്ഷെ നമ്മൾ അതുണ്ട്. പക്ഷെ ബേസിക്കലി നമ്മൾ കുറെ അഡ്വക്കേറ്റ്സ് ഒക്കെ ആയിട്ട് ഒരു സെഷനൊക്കെ 2-3 സെഷനൊക്കെ ഇരിക്കും. ഇങ്ങനെ പറയൂ, പിന്നെ അവര് തന്നെ പറയും ഇങ്ങനെയൊന്നും ഒരിക്കലും ഒരു കോടതി പറയത്തൊന്നുമില്ല. ഇപ്പൊ നമ്മുടെ സിനിമകളുടെ പാറ്റേൺ അറിയാലോ, ടു ലൗഡ്. പക്ഷെ സിനിമയ്ക്ക് ഇഷ്ടം പോലെ ഡ്രമാറ്റിക്. അപ്പോൾ പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ച് ലൗഡ് ആവണം എന്ന് എനിക്കുണ്ട്. അത് ഇപ്പൊ നമുക്ക് പറയാൻ ആഗ്രഹം ഉണ്ടാവില്ല. പലരും ഇപ്പൊ നമുക്കൊക്കെ പല എന്തെങ്കിലും ഒരു തെറ്റ് കാണുമ്പോൾ ഇതെന്തത് എന്ന് നമുക്ക് പറയാൻ ആഗ്രഹിക്കില്ലേ. ഇതൊക്കെ നമുക്ക് തെറ്റുണ്ടെങ്കിൽ തിരുത്താനൊക്കെ ഒരു നായകൻ വരുന്നു. ഇതെല്ലാം സംഭവിക്കുന്ന സിനിമയിലാണ്. റിയൽ ലൈഫിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ പലതും നടക്കില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു കോടതിയുടെ ഓരോ രംഗങ്ങൾ ചിത്രീകരിക്കുന്നത് രസമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എസ്പെഷ്യലി നമ്മുടെ മുന്നത്തെ ഹിസ്റ്റോറിക് കോർട്ട് ഭയങ്കര രസമുള്ളതൊക്കെ കണ്ട് ഞാനും ഭയങ്കര കൈയടിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പം അതേപോലെ ത്രസിപ്പിക്കുന്ന അല്ലെങ്കിൽ കൈയടിപ്പിക്കുന്ന രംഗങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടും കൂടെ ആവാം. പിന്നെ എനിക്ക് തോന്നുന്നു സിനിമയ്ക്ക് അങ്ങനത്തെ ഒരു മൊമെന്റ് വേണമെങ്കിലേ നമ്മളത് വെക്കും. ഇപ്പം ഞാൻ 3ാമത് മലയാളി ഫ്രം ഇന്ത്യ ചെയ്തു. കോർട്ടില്ലാത്തൊരു പടമാണ്, വളരെ സട്ടിൽ ഫിലിം. അപ്പോൾ അങ്ങനത്തെ ഒരു സിനിമയും എനിക്കിഷ്ടമാണ്. എനിക്ക് എല്ലാ ടൈപ്പ് സിനിമയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് പടം കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ദിസ് ഇസ് ഇറ്റ്, ഇനി ഞാനൊരു കോടതി പടം ചെയ്യില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഞാൻ പ്ലാൻ ചെയ്ത സിനിമയായിരുന്നില്ല ജനഗണമന. അതാ ഞാൻ പറഞ്ഞു, ഇതെല്ലാം നമുക്ക് വന്നു ചേരുന്ന. അപ്പോൾ ഷാരിസ് റൈറ്റർ വന്ന് കഥ പറഞ്ഞപ്പോൾ ഇതിലും കോർട്ട്. പക്ഷെ കോർട്ടിനെക്കാട്ടും ഉപരിയാണ് നമ്മൾ ആ സിനിമയുടെ കഥ നമ്മൾ എത്രത്തോളം ഇമ്പ്രസ് ചെയ്യും. നമുക്ക് തോന്നണം ഓക്കെ ലെറ്റ്സ് ഡു ഇറ്റ്, ചെയ്യണം എന്നൊരു ഇത് തോന്നൂലേ, അന്നേരമാണ് നമുക്ക് ആ കിക്ക് വരുന്നത്. അല്ലാണ്ട് മനഃപൂർവ്വം സംഭവിച്ചു പോകുന്നതല്ല. അതാണ് അതിൻ്റെ റിയാലിറ്റി. യു ആർ ഇൻ എവറിത്തിങ്. യു ആർ IT പ്രൊഫഷണൽ, മൂവി ചെയ്തു, പിന്നെ അതിനുശേഷം യു സിങ്, യു വോണ്ട് ആക്ട്, എല്ലായിടത്തേക്കും ഇപ്പം പറഞ്ഞു എല്ലാ ടൈപ്പ് ഓഫ് മൂവീസും ചെയ്യണം. സംവെയർ ലൈക്ക് എല്ലാം കൈകാര്യം ചെയ്ത് എക്സൽ ആവാനുള്ള ആഗ്രഹം ഉള്ളിലുള്ള ഒരു ആളെ പോലെയാണ് തോന്നിയിട്ടുള്ള ഒരു കരിയർ നോക്കുമ്പോൾ. അങ്ങനെയാണോ? അല്ല, ആക്ച്വലി എന്താ നേരത്തെ പറയില്ലേ, ജാക്ക് ഓഫ് ട്രേഡ്സ് ബട്ട് മാസ്റ്റർ ഓഫ് നൺ നമ്മൾ പറയണ പോലെ. പക്ഷെ ലിറ്ററലി എനിക്ക് തോന്നുന്നു. കാര്യം ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ കോളേജിൽ പഠിക്കുമ്പോൾ നമ്മൾ എല്ലാ പരിപാടിയും ഉഴപ്പാനുണ്ടാവും, പാട്ട് പാടാനുണ്ടാവും, ഡാൻസ് ആണെങ്കിൽ നാടകത്തിന് എല്ലാത്തിനും പോകും. നമുക്ക് അങ്ങനെ ഒരു ചമ്മലുള്ള ആളൊന്നുമല്ല. അപ്പൊ അങ്ങനെയൊന്നുമില്ല, നമുക്ക് എന്തും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഡാൻസിനാണെങ്കിൽ ഞാൻ ഡാൻസും കളിക്കുമായിരുന്നു, പാട്ടും പാടുമായിരുന്നു. പക്ഷെ ഇതെല്ലാം ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതെല്ലാം ബേസ്ഡ് ഓൺ റിത്തം. നമുക്ക് ലൈഫിലുള്ള ഒരു താളം ഉണ്ടല്ലോ. അപ്പോൾ ദിസ് ഇസ് സംതിങ് നമുക്കൊരു എനർജി കിട്ടുക, നമുക്കത് ചെയ്ത് കഴിയുമ്പോൾ ഒരു സന്തോഷം തോന്നുക എന്നുള്ളൊരു സാധനമാണ്. ഇതിന്റെ എല്ലാത്തിന്റെ ഒരു കൺക്ലൂസീവ് ഒരു ഐറ്റം ആണല്ലോ സിനിമ. ഈ പറഞ്ഞ എല്ലാം നമുക്ക് ഒരു എന്റർടൈൻമെന്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു മേഖല സിനിമയായിട്ട് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് നമ്മൾ ഫൈനലി ഇതിലോട്ട് വന്നെത്തുന്നത്. മ്യൂസിക് പക്ഷേ കുറച്ചുകൂടി പ്രോമിനന്റ് ആണ് ഡിജോയുടെ മ്യൂസിക് ആയിരുന്നു. ഞാൻ മ്യൂസിക് ആയിരുന്നു ആദ്യം, അഭിനയിക്കണം എന്നൊക്കെ പറയായിരുന്നു. പിന്നെ ഞാൻ മനസ്സിലാക്കി മ്യൂസിക് ആണ്. ഞാൻ ഒരു ആൽബം ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അത്യാവശ്യം പോപ്പുലർ ഒക്കെ ആയിരുന്നു. അപ്പോൾ പിന്നീട് എനിക്ക് അതിലേക്ക് പള്ളിയിലാണെങ്കിലും കൊയറിലും അങ്ങനെയൊക്കെ എല്ലായിടത്തും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? ഇപ്പൊ മൂവീസ് മാത്രമാണോ അതോ? അല്ല, ഞാൻ ആഡ്സ് ഉണ്ട്, ആഡ് ഫിലിം ഉണ്ട്. ഐ റൺ എ കമ്പനി. അതും ലെജൻസിനെ വെച്ചിട്ട്. യു ഹാവ് ഓൾറെഡി ഹാൻഡിൽ ലെജൻസ്. അതിലൊക്കെ ഭയങ്കര തഴമ്പ് വന്നു അല്ലേ? പക്ഷെ ഈ ആഡ്സും സിനിമയും തമ്മിൽ ഭയങ്കര വ്യത്യാസം. ഐ തിങ്ക് ആഡ് ഇസ് മോർ കോംപ്ലിക്കേറ്റഡ്. ഭയങ്കര കോംപ്ലിക്കേറ്റഡ്. അത് ബേസിക്കലി ഒരു 10 സെക്കൻഡ് 20 സെക്കൻഡ്. അപ്പം നമ്മൾ പണ്ടൊക്കെ നമ്മൾ പരസ്യങ്ങൾ നമ്മൾ അത്ര ശ്രദ്ധിക്കില്ല. പക്ഷെ ശ്രദ്ധിക്കുമെങ്കിൽ പോലും പരസ്യങ്ങളുടെ പാട്ടുകളൊക്കെ നമ്മളെ ഭയങ്കര നിർമ്മാണമൊക്കെ പറഞ്ഞ് നമ്മൾ ഭയങ്കര ക്രേസി ആണ്. അപ്പോഴേ നമ്മൾ പിന്നെ സൂസു ആഡ് പലതും കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ സത്യം പറഞ്ഞാൽ വിചാരിച്ചില്ല. പക്ഷെ സിനിമ എന്ന് പറയുന്നത് ഒരു സ്റ്റിപ്പുലേറ്റഡ് പീരീഡിലൊന്നും തീരില്ല. ഇറ്റ്സ് ലൈക്ക് എ ജേണി, ഒരു യാത്രയാണ് ശരിക്കും. മറ്റേത് അങ്ങനെയല്ല. നമുക്കൊരു 5 ഡേ ജോലി കഴിഞ്ഞിട്ട് സാറ്റർഡേ സൺഡേ നമുക്കൊന്ന് സൺഡേ ഒന്ന് പുറത്തു പോകാം എന്ന് പറയുന്നതാണ് അഡ്വർടൈസ്മെന്റ്. അതായത് ബേസിക്കലി ഒരു 1 ഡേ ഷൂട്ടും അത്രേ ഉണ്ടാവുള്ളൂ. സിനിമ എന്ന് പറയുന്നത് ലോങ് ജേണി. അപ്പോൾ ഒരു 1 ഡേ ഷൂട്ടിന്, പക്ഷേ ഈ 1 ഡേ ഷൂട്ടിന് അറൌണ്ട് 30 days ഒക്കെ നമ്മൾ പ്രെപ്പ് ചെയ്യണം കേട്ടോ. ഉണ്ട് ഒരു 2 weeks 3 weeks ഒക്കെ ഉണ്ട്. പക്ഷെ ഇത് രണ്ട് ഒരു ഇൻഡസ്ട്രിയിൽ തന്നെ രണ്ട് ഇൻഡസ്ട്രിയാണ് ആക്ച്വലി, 2 രീതിയാണ്. അപ്പോൾ ഇത് രണ്ടിനും ഞാൻ യൂസ് ചെയ്യുന്ന രണ്ട് ടെക്നീഷ്യൻസാണ്.
ഓക്കെ. അതെ, രണ്ടിനും സെപ്പറേറ്റ് ടെക്നീഷ്യൻസ് ആണ്, സെയിം ആൾക്കാരല്ല, എൻ്റെ ടീമേ ഡിഫറെന്റ്, ഡയറക്ഷൻ ടീമൊക്കെ എന്താണെങ്കിലും. ശരി. അപ്പം അതൊക്കെ കുറെ ഹെൽപ്പ് ചെയ്യും. ലിറ്ററലി ഇപ്പം അത് നമ്മുടെ ഒരു തൊഴിലാണ്. അറിയാത്തതുകൊണ്ട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്? ലൈക്ക് നമ്മളുടെ അടുത്തൊരു ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് വന്നു, ആ പ്രോഡക്റ്റ് എങ്ങനെ കൺവേ ചെയ്യണം എന്നുള്ളതിനെ പറ്റി ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ആണോ, അല്ലെങ്കിൽ ദിസ് ഇസ് വാട്ട് വി വാണ്ട് എന്ന് അവർ പറഞ്ഞിട്ട് ഹൗ ഡു യു ഡു? അത് ആക്ച്വലി സ്റ്റോറി ടെല്ലിംഗ് ആണ്. സിമ്പിൾ. നമ്മളൊരു സിനിമ എങ്ങനെയാണ് ഫൈനലി കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഒരു ഡയറക്ടർക്ക് ഒരു വിഷൻ ഉണ്ടാവില്ല. സിമിലർലി ഒരു 1 മിനിറ്റോ അല്ലെങ്കിൽ 10 സെക്കൻഡ് സിനിമ എന്തായിരിക്കും എന്നുള്ളതാണ് ഒരു ആഡ് ഫിലിമിൻ്റെ കേസിൽ. അതും നമ്മൾ അപ്പോൾ ഭയങ്കര പ്രശ്നമാണ്. ഈ പറഞ്ഞ പോലെ മറ്റേതാണെങ്കിൽ നമുക്കറിയാം ഈ സീനിൽ കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ച സാധനം പറ്റിയില്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് 12ാമത്തെ സീനിൽ മാനേജ് ചെയ്യാം, ഓക്കെ. ഇത് നമുക്ക് ഒരൊറ്റ സീൻ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ 2 ഷോട്ടായിരിക്കും, ചിലപ്പോൾ സിംഗിൾ ഷോട്ടായിരിക്കും. അതിൽ മാക്സിമം നമ്മൾ ആ ടൈമിംഗ് ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ ടിക് ടിക് വെച്ചിട്ട് വർക്ക് ചെയ്യുന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രിൻസിപ്പൽ തിയറി. അതായത് നമ്മൾ ആ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ഓക്കെ 1 സെക്കൻഡ് 2 സെക്കൻഡ് 3 സെക്കൻഡ് നമ്മൾ തന്നെ ആ വിഷ്വൽ സ്റ്റോറി ബോർഡൊക്കെ ചെയ്ത് കറക്റ്റ് കട്ട് ചെയ്ത് ഓക്കെ ദിസ് ഇസ് ഹൗ ദിസ് ഇസ് ഗോണ ബി ഇൻ 10 സെക്കൻഡ്, ദിസ് ഇസ് ഹൗ ദിസ് വിൽ ബി ഇൻ 30 സെക്കൻഡ് എന്നൊരു ഐഡിയ നമ്മൾ വെച്ചിട്ട് അത് പിച്ച് ചെയ്തിട്ട് അത് ക്ലയൻറ്റിന് ഇഷ്ടപ്പെടണം. എല്ലാം ഫ്രെയിം ബൈ ഫ്രെയിം അതെല്ലാം പിച്ച് ചെയ്ത് അത് വർക്കായാൽ മാത്രമേ അവർ പ്രൊസീഡ് ചെയ്യത്തുള്ളൂ. മറ്റേതുപോലെ അല്ലല്ലോ, ഇത് ലിറ്ററലി നമ്മൾ നേരത്തെ ജോലി ചെയ്യുന്ന പോലെ, മറ്റേത് ഇലക്ഷൻ നമ്മൾ നിന്ന് വോട്ട് ജയിക്കുന്ന പോലെ. ലിറ്ററലി അങ്ങനെ ദിസ് ഇസ് ബോത്ത് ഓഫ് ദം ആർ ലിവിങ് ഫോർ മീ. ലിറ്ററലി മണീനെക്കാട്ടും കൂടുതൽ ലിറ്ററലി ബോത്ത് ഓഫ് ദം ഇസ് ഫോർ മണി. പക്ഷെ ഇപ്പോ പാഷൻ ടേൺഡ് ഔട്ട് ഇൻ ടു ബ്രെഡ് ലിവിങ്, ഐ മീൻ ഡെയിലി ലിവിങ്. അതാണ് സിനിമയായിരിക്കും അല്ലേ? അങ്ങനെയല്ല കേട്ടോ. ആഡ് ഫിലിംസും ചിലതൊക്കെ നമുക്ക് ചില ക്രേസി കോൺസെപ്റ്റ്സ് നമുക്കത് വർക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ ആഡ്സേ പറ്റും. അത് നമുക്ക് ചിലപ്പോൾ സിനിമയിലോട് പറയാൻ പറ്റില്ല. ചില എന്താ ഡ്രീമി ചില കോമിക്കൽ സാധനമൊക്കെ ചിലപ്പോൾ സിനിമയിലിട്ട് ഇത് എന്തോന്ന് ക്രിഞ്ചെന്ന് പറയും, പക്ഷേ പരസ്യത്തിലിട്ട് അത് ഓക്കെ. പരസ്യത്തിൽ ആ ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ട്രീറ്റ്മെൻറ്റ് അത് ഓക്കെയാണ്, പരസ്യമല്ലേ, അത് ഓക്കെയാണ്. സിനിമയിൽ പക്ഷെ അത് വരില്ല. സിനിമ ഇപ്പോൾ ഡെയിലി ഓരോ ദിവസം വരുമ്പോഴും അതിൻ്റെതായ അപ്ഡേഷൻസ് ഒന്നും ഉണ്ടല്ലോ. നമുക്ക് ചിലപ്പോൾ കഴിഞ്ഞ ആഴ്ച കണ്ട സിനിമ തിയേറ്ററിൽ ഭയങ്കര സക്സസ്ഫുൾ ആയിരിക്കും, പക്ഷെ അത് OTT വരുമ്പോൾ പലർക്കും വർക്ക് ആവുന്നില്ല. അല്ലെങ്കിൽ നേരെ തിരിച്ച് ചില സിനിമ തിയേറ്ററിൽ ഫ്ലോപ്പ് ആകും, പക്ഷെ OTT ഭയങ്കര അപ്രീസിയേഷൻ കിട്ടും. അതാണ് ആ സിനിമയുടെ പ്രോബ്ലം. പക്ഷെ പരസ്യത്തിന് അങ്ങനെയൊന്നുമില്ല. എവറി ടൈം കുച്ച് പി ചലേക എന്നുള്ള രീതിയിൽ അത് എപ്പോഴും റണ്ണിങ് അല്ലേ, ഡിഫറെൻ്റ് ആണ്. ഒരു കാര്യം ഞാൻ ജസ്റ്റ് ചോദിച്ചോട്ടോ, കമ്മിങ് ബാക്ക് ടു നമ്മുടെ ജനഗണമന, ഇങ്ങനെ ഒരു കരിയർ പൊസിഷനിൽ നിന്നിട്ട്, അതായത് മറ്റേ ഇത് ആഡും കൂടെ ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ പൃഥ്വിരാജിൻ്റെ അടുത്ത് പോയത്, അതോ അതിന് മുമ്പാണോ? അല്ല, ആഡ് കഴിഞ്ഞിട്ടാ. പക്ഷെ അതും ഇതുമായിട്ടൊന്നും ബന്ധമില്ല കേട്ടോ. ഇത് രണ്ട് എല്ലാം കഴിഞ്ഞു. ഞാൻ ജസ്റ്റ് കരിയറിന്റെ സ്കെയിൽ നോക്കാം. എങ്ങനെയായിരുന്നു വെൽക്കം ചെയ്തത്? അല്ല, ആക്ച്വലി രാജു ക്വീൻ കണ്ടു കഴിഞ്ഞപ്പോഴേ വിളിച്ചിരുന്നു 2018. അപ്പൊ ഇന്ദ്രേട്ടൻ വഴി അന്ന് സംസാരിച്ചായിരുന്നു. അപ്പോൾ രാജു വന്ന സിനിമ കണ്ടിരുന്നു, വെരി നൈസ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ വി ഹാഡ് എ കോൺവെർസേഷൻ. അത് കഴിഞ്ഞ് ഞാൻ രാജുവിൻ്റെ അടുത്ത് 2 കഥ എന്തോ പറഞ്ഞിട്ട് രണ്ടും പാളി. എവറിത്തിങ് അത് എല്ലാവരുടെയും ലൈഫിൽ അങ്ങനെയല്ലേ. ഇപ്പോൾ നമ്മൾ ആദ്യമേ പോയി, ഇപ്പൊ ഞാൻ ആദ്യം പ്ലാൻ ചെയ്ത സിനിമ അല്ല ക്വീൻ. ഞാൻ ആദ്യം കണ്ടത് വേറെ ഏതോ സിനിമയാണ്. അതൊക്കെ ഫുൾ സ്ക്രിപ്റ്റ് എഴുതി ഇപ്പൊ അത് ഇങ്ങനെ ഇരിപ്പുണ്ട് ഷോക്കേസിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ നമ്മൾ അതാ ഞാൻ പറയാം, നമ്മള് ഇപ്പൊ ആഡ്സ് ആയിക്കോട്ടെ സിനിമ ആയിക്കോട്ടെ, അത് ഭയങ്കരമായിട്ട് ഇപ്പോൾ നമ്മളുടെയൊക്കെ ഓരോ എൻ്റെ ഡയറക്ഷൻ ടീമിലുള്ള ഓരോ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ അസോസിയേറ്റ്സ്, ചീഫ്, ഇവരൊക്കെ നടക്കുമ്പോൾ ലിറ്ററലി നമുക്ക് ഇറ്റ്സ് എ മിറർ അല്ലേ. നമുക്ക് നമ്മളെ തന്നെ കാണാം. നമ്മൾ എത്ര പേരെടുത്ത് പോയി കഥ പറഞ്ഞിട്ടുണ്ട്, എത്ര ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ എത്ര പാളിയിട്ടുണ്ട്. അപ്പോൾ പക്ഷെ ആ എല്ലാ സ്റ്റെപ്സും ആണ് നമുക്ക് നെക്സ്റ്റ് ഒരു ബിഗ് തിങ് തരിക എന്നുള്ള റിയലൈസേഷൻ ഉണ്ടല്ലോ, അത് ഭയങ്കര അത് നമ്മൾ ഭയങ്കര പീസ്ഫുൾ ആക്കും. അതായത് വി ഹാവ് ടു സി. ഇപ്പോൾ ഞാൻ ഒരു ക്ലയൻറ്റിൻ്റെ അടുത്ത് പോയി പിച്ച് ചെയ്തു, കുഡ് ബി ഫോർ എൻ ആഡ്, വർക്കായില്ല, ഓക്കെ നോ പ്രോബ്ലം, അടുത്ത വർഷം വരുമല്ലോ, അല്ലെങ്കിൽ ആഫ്റ്റർ 6 months ഞാൻ വീണ്ടും വരും. അത് വേണം. അതല്ലാതെ ഇനി ഞാൻ പോവില്ല, തീർന്നു, എന്നെ ഇഷ്ടമല്ല എന്നൊക്കെ പറയാൻ നിന്നാൽ ദാറ്റ്സ് ഡൺ. ഓൺ ബിഹാഫ് ഓഫ് എവറി മലയാളി, എപ്പോഴാണ് ഈ ജനഗണമന 2? ഞാനിപ്പോൾ ആക്ച്വലി ഒരു സിനിമയുടെ ഇതിലാണ്, പള്ളിച്ചട്ടമ്പി ടോവിനോടെ. അപ്പോൾ ഇൻ ബിറ്റ്വീൻ ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ജനഗണമന ഇറ്റ്സ് എ ഹ്യൂജ് സക്സസ് അല്ലേ. അപ്പോൾ അതിന് അത് പ്രേക്ഷകർ തന്ന വിജയമാണ്. അപ്പോൾ അതിന് നമ്മളൊരു പ്രോപ്പർ റെസ്പെക്റ്റ് കൊടുക്കണ്ടേ. അപ്പോൾ നമ്മൾ ഓരോ ദിവസവും ഓരോ ഫ്രൈഡേയ്സും സത്യം പറയാൻ നമ്മൾ ഈ സ്ക്രിപ്റ്റ് വി ബീൻ ഇൻ കോൾസ്
ഞാനും റൈറ്ററും ഞങ്ങൾ തമ്മിൽ ചർച്ചകളും കാര്യങ്ങളും. കാര്യം എപ്പോഴും അതായത് എവിടെയെങ്കിലും ഒരു ഫിയർ പോലെ ആവുന്നുണ്ട്, ലൈക്ക് ഒരു പ്രഷറോ അങ്ങനെ ഉണ്ട്? പിന്നെ സി എന്നെ ഇപ്പോൾ ഞാൻ ഒരു പരീക്ഷ ഉണ്ട്, ഡേറ്റ് ഫിക്സ് ചെയ്തു. നമ്മൾ ആ പരീക്ഷയ്ക്ക് ഞാൻ എഴുതി പാസ്സാവുന്നത് സ്കൂൾ ടൈം അല്ലെങ്കിൽ കോളേജ് ടൈം പാസ്സാവുന്നതിന് മെയിൻ റീസൺ ഫിയർ ഓഫ് ഫെയിലിയർ. അതാണ് നമ്മളെ ബെറ്റർ ആക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ പഠിക്കില്ല. കാര്യം നമ്മൾ തോക്കില്ല എന്നൊരു ഉറപ്പ് വരുന്നില്ല. അപ്പോൾ എൻ്റെ ഓരോ സിനിമയും അത് തന്നെയാണ്. എസ്പെഷ്യലി ജനഗണമന അല്ലെങ്കിൽ ക്വീനും ഇതൊന്നും നമ്മൾ ഇത്രയും സക്സസ്ഫുൾ ആവണമെന്ന് പ്രതീക്ഷിച്ചിട്ട് ചെയ്യുന്നൊന്നല്ലോ. ഐ മീൻ സക്സസ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷിച്ച് ചെയ്യുന്നതാണ്. പക്ഷെ നമുക്ക് അറിയില്ലല്ലോ എന്താണ് എൻ പ്രോഡക്റ്റ്, എൻ റിസൾട്ട് നമുക്കറിയില്ല. അപ്പോൾ ജനഗണമന 2 ഒബ്വിയസ്ലി എനിക്ക് ചെയ്യേണ്ട സിനിമയാണ്. കാര്യം ജനഗണമന നമ്മൾ എഴുതുമ്പോൾ തന്നെ ജനഗണമന 2-ൻ്റെ ഒരു ലൈൻ രാജുവിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്തിട്ടാണ് പ്രൊസീഡ് ചെയ്ത്. അരവിന്ദ് സ്വാമിനാഥൻ്റെ കഥ വരും, പക്ഷെ വി നീഡ് ടു ഹാവ് പ്രോപ്പർ. അത് ഓരോ തവണ വരുന്തോറും മനസ്സിലായില്ലേ, നമ്മൾ കണ്ട സിനിമകൾ മാറുന്നു, പ്രേക്ഷകരുടെ രസം മാറുന്നു. അപ്പോൾ അതിന് ഗിവിങ് സം ടൈം. അന്ന് കണ്ടൊരു ട്രീറ്റ്മെന്റ് പോരാ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നുന്നുണ്ടോ? ആക്ച്വലി അതിൻ്റെ ഒരു ഫസ്റ്റ് സീനായിട്ട് പ്ലാൻ ചെയ്താണ് നമ്മൾ ട്രെയിലറായിട്ട് വന്നത്. അപ്പോൾ ആക്ച്വലി പാർട്ട് 2-ൻ്റെ ഫസ്റ്റ് സീനായിരുന്നു ഞാൻ പ്ലാൻ ചെയ്തത്. പക്ഷേ ലിറ്ററലി കുറേ സീക്വൻസ് ഒക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഐ തോട്ട് ഓഫ് ഞാൻ ഇങ്ങനെ ഒരു അപ്രോച്ച് പറഞ്ഞത്. ആൻഡ് പൃഥ്വി പറഞ്ഞു ഓക്കെ, അപ്പോൾ പാർട്ട് 2 വിൽ പ്ലാൻ ഇറ്റ്, വിൽ കീപ് സംതിങ്, ഇങ്ങനത്തെ ഒരു പരിപാടി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, അതൊരു പുതിയ അപ്രോച്ച് ആയിരുന്നില്ല അന്ന്. അതേപോലെ നമുക്ക് എപ്പോഴും എന്തെങ്കിലും പുതുമ വരണ്ടേ. അപ്പോൾ ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ വീക്ക്ലി വെൻ വി ഹാവിങ് എ കോൾ ഡിഫറൻസ് വന്നുകൊണ്ടിരിക്കുക. പ്രേക്ഷകരുടെ ടേസ്റ്റിലെ ചേഞ്ച് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. മുന്നോട്ട് എങ്ങനെ പള്ളിച്ചട്ടമ്പിയുടെ ഷൂട്ട് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ പ്രപ്പും പരിപാടിയൊക്കെ നടക്കാം. ഇറ്റ്സ് ഗോയിങ് റിയലി ഗുഡ്. യു ആർ വെരി കോൺഫിഡന്റ്. ഐ മീൻ നമുക്ക് ഇഷ്ടമുള്ള സിനിമകൾ ചെയ്യാന്നുള്ളല്ലേ. പ്രത്യേകിച്ച് പള്ളിച്ചട്ടമ്പി ആക്ച്വലി ക്വീനിന് ശേഷം ഞാൻ ചെയ്യാൻ ടോവിയായിട്ട് അന്ന് ഞങ്ങൾ അനൗൺസ് ചെയ്ത പടം. അപ്പോൾ അത് ഇത്ര നീണ്ടുപോയത് നമ്മുടെ ഓരോരുത്തരുടെയും. ഇപ്പോൾ ഞാൻ ജനഗണമന ചെയ്തു, മലയാളി ചെയ്തു, ടോവി അതുപോലെ കുറേ സിനിമകൾ ചെയ്തു. ഫൈനലി നൗ പള്ളിച്ചട്ടമ്പി ഈസ് ഓൺ. It was really nice talking to you. Thank you so much. Thank you. Thank you. ഡിജോ ജോസ് ആന്റണി ശരിക്കും മലയാളികൾക്കൊരു വലിയ ഇൻസ്പിറേഷൻ ആണെന്ന് മാത്രമല്ല, ലുക്ക് ഹൗ ഹംബിൾ ഹി ഈസ്, ഹൗ ലൈറ്റ് ഹാർട്ടഡ് ആൻഡ് ഹൗ ഈസി ടു ടോക്ക് വിത്ത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒരുപാട് ക്വാളിറ്റീസും കൂടി ഡിജോയ്ക്കുണ്ട് കേട്ടോ. ഇറ്റ് വാസ് എ വെരി നൈസ് എപ്പിസോഡ് അല്ലേ. നെക്സ്റ്റ് വീക്ക് ഞാൻ ഇതിലും ഗംഭീരമായ ഒരു എപ്പിസോഡുമായിട്ട് വരും. അതുവരെ ബൈ.